എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സൈസ് സവാള എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, അതൊന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പൊന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമ്മളിത് മുട്ട ബിരിയാണി ആയതുകൊണ്ട് തന്നെ മസാലകളൊക്കെ കുറച്ച് മതി. ഇപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ചിക്കനിൽ പിടിക്കാനുള്ള മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളിയുടെ പകുതി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ടുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് കട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കുക. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞ പോലെ കിടക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മുട്ട പുഴുങ്ങിയെടുക്കണം. അതുപോലെ തന്നെ അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ തവി എടുത്തിട്ടുണ്ട്, ഒരു കുഴിയുള്ള തവി. ഈ തവിക്കകത്ത് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്കിതിങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇത് 1 മിനിറ്റിന് താഴെ സമയം എടുക്കത്തുള്ളൂ. 1 മിനിറ്റ് എടുക്കത്തില്ല, ഒരു 40-50 സെക്കൻഡിനകത്ത് അത് റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ തവി കയ്യിലില്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ചെറിയ കിണ്ണങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കിണ്ണത്തിൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചാലും മതിയാവും. പൊട്ടിച്ചൊഴിച്ച് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ബൾക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഡലി തട്ടിൽ ഇതുപോലെ എണ്ണ തടവി കൊടുത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നടുക്കത്ത് ഉണ്ണി നമ്മൾ ബുൾസയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കത്തില്ലേ, ആ സെയിം പാകത്തിലായിരിക്കും. പക്ഷേ നമ്മൾ ദം ചെയ്യുമ്പോൾ അതൊന്നും കൂടി ഹാർഡായി കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതുപോലെ 2 തവി ഉണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത്, 3 മുതൽ 4 മുട്ട വരെ ഇതിനകത്ത് എടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരി വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളം വേണം. പിന്നെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു തക്കോലം, ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ബാസ്മതി അരി ഒരു 1/2 മണിക്കൂർ നേരം കഴുകി നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റിനകത്തേ എടുക്കൂ ഈ അരി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വെന്താൽ മതിയാവും. ഇതിൽ കൂടുതൽ വെന്താൽ അരി കുഴഞ്ഞു പോവും. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഇതുപോലത്തെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ട വേണമെങ്കിൽ നമുക്ക് ഈ റെസിപ്പിയിൽ ഉപയോഗിക്കാം. പക്ഷേ പുഴുങ്ങിയ മുട്ടയ്ക്കകത്തോട്ട് മസാല അങ്ങോട്ട് പിടിക്കത്തുമില്ല. ഇനി നമ്മൾ ആ മുട്ട 2ആയിട്ട് കട്ട് ചെയ്തിടുവാണെങ്കിൽ ആ മുട്ടയുടെ ഉണ്ണി ഇതിനകത്തെല്ലാം അങ്ങ് മിക്സ് ആവും. അപ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. പക്ഷേ ഇതാണെങ്കിൽ നന്നായിട്ട് ആ മസാല പിടിക്കുകയും ചെയ്യും, പുറത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. പിന്നെ ഇത് പുഴുങ്ങിയൊരു മുട്ടയുടെ ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഇനി ഇതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ബിരിയാണി ചെയ്തേക്കുന്ന ഫ്രൈഡ് ഓണിയൻസോ കാഷ്നട്ട്സോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പ്ലെയിനായിട്ടായി ബിരിയാണി ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തീ വളരെ കുറച്ച് വെച്ച് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ആ റൈസ് നന്നായിട്ട് വിട്ട് നിൽപ്പുണ്ട്. അകത്തെ മസാലയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലായിടത്തും നല്ല ഈവനായിട്ട് ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ അകത്തൊരു കറക്റ്റ് ടെക്സ്ചറാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഇതിനാണ്. ഈ ബിരിയാണിയിലൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ മുട്ട ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്